ഹായ്, ഹലോ, നമസ്കാരം സൗഹൃദങ്ങളെ. ഇത് നമ്മുടെ ഈ ഈ പഞ്ചായത്തിൻ്റെ ഓരോ പഞ്ചായത്തുകളിലും കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കുരുമുളക് ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അത് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നല്ല കൃഷിയും പിന്നെ മറ്റുള്ള നാണ്യവിളകൾ അതുപോലെ മറ്റുള്ള കൃഷികളെല്ലാം ഒന്ന് ഉത്തേജിപ്പിക്കുന്നത്, അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കൃഷി വകുപ്പും പഞ്ചായത്തൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ അതിനകത്ത് ഈ സാധാരണയായിട്ട് നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കിളിഞ്ചലിൻ്റെ കാല്, അതിൻ്റെ മുരിക്കിൻ്റെ കാല്, അതുപോലെ PVC പൈപ്പിൽ ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിമെൻറ്റും അതുപോലെ തന്നെ ചിപ്സില്ലേ, ആ ചിപ്സൊക്കെ ചേർത്തിട്ട് 6-ൻ്റെ കമ്പിയൊക്കെ ഇട്ടിട്ട് ഒരു 15 അടി നീളത്തിലൊരു 4x4 സ്ക്വയർ കാലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഒരുപാട് വർഷം നിൽക്കുകയും ചെയ്യും. ഈ നമ്മുടെ ഈ കിളിഞ്ഞലിൻ്റെ അല്ലെങ്കിൽ മറ്റേ ഈ മുരിക്കിൻ്റെ കാലൊക്കെ ഇതായി കഴിഞ്ഞാൽ അത് കുറച്ച് ഹൈറ്റിലോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ പണിക്കൊക്കെ വിളിക്കണം. ആ സമയത്ത് പണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ആളെ കിട്ടാതാവും. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ വന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും ഒന്ന് ചെയ്തു നോക്കാമെന്നാണ്. എല്ലാവർക്കും ഓരോരോ മെത്തേഡുകളാണ്. പല രീതിയിലും പല മെത്തേഡുകളും PVC പൈപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ ഇരുമ്പ് GI പൈപ്പൊക്കെ ചെയ്യുന്നുണ്ട്. GI പൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുരുമ്പെടുത്ത് പോകും. പിന്നെ PVC പൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുരുമ്പെടുത്ത് പോകുന്നില്ല. പല ഏരിയയിലും പല രീതിയിലും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വെറ്റില കുടിയും ഇതുപോലെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ 4x4 സ്ക്വയർ കാല് 15 അടി നീളത്തിൽ ചെയ്തിട്ട് അതിപ്പോൾ നല്ല ലെവലടിച്ചിട്ട് നല്ല ലെവലായിട്ട് ഇങ്ങനെ ഓരോരോ കാലിങ്ങനെ ഇതാക്കുകയാണ് ചെയ്തത്. സാധാരണ ഈ കുഴിയെടുക്കുന്നതിന് വേണ്ടി അതിന് ഒരു മെഷീൻ എടുക്കുകയായിരുന്നു. സാധാരണയായിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും മെഷീൻ ഉണ്ടല്ലോ. ആ മെഷീൻ എടുത്ത് നല്ല ചരട് കെട്ടി ലൈൻ അടിച്ചിട്ടാണ് ഈ കാലൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാല കുഴിച്ചിട്ടിട്ട് ഇതൊക്കെ ഈ കുരുമുളകിൻ്റെ കൊടി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആദായം കിട്ടണമെങ്കിൽ 3 വർഷമെങ്കിലും പിടിക്കും. ഇത് ബഡിൻ്റെ കുരുമുളക് തൈയാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് 3 വർഷം കഴിയണ്ടേ ആദായം പിടിക്കണം. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ കാലൊക്കെ വേസ്റ്റാണ്. ഇതിൻ്റെ സ്പേസ് ഒരു വേസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം തോന്നിയതാണ്. പിന്നെ പോലെ പയർ നട്ടാൽ എന്താണ്, പയർ നട്ടിട്ടുണ്ട്. അതുപോലെ പീച്ചിങ്ങ, അതുപോലെ ചേന, അതൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുകയും ചെയ്യും. മറ്റേത് ആയി വരുമ്പോഴേക്കും ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടും. നമ്മൾ ഈ മറ്റുള്ളവർക്ക് കൊടുത്ത കൂലിയൊക്കെ ഉണ്ടാവില്ല, ആ കൂലിയൊക്കെ ഇതിനകത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇത് മറ്റുള്ളവർക്കൊന്ന് ചെയ്ത് നോക്കാം. കൃഷിയെ ഇഷ്ടപ്പെടുന്ന കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റുകളെ അറിയിക്കുക. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം, ബൈ. ഓക്കെ.